പ്രകൃതി രമണീയം എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ കാണാൻ വരും. സ്ഥലം മാത്രം കാണാൻ വരും. സ്ഥലം കാണാൻ വന്നെ എന്തിനാന്നും കൂടി അറിയണം. പക്ഷികളെ കുറിച്ച് പറയാനാണെങ്കിൽ പേര് കൂടുതൽ അറിയാൻ പറ്റാത്ത പക്ഷികളെ വരെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫെലിക്കൻ, ഞാനിവിടെ വന്നിട്ടാണ് ഫെലിക്കൻ എന്നുള്ള പേര് കേൾക്കുന്നത്. രാജഹംസം, അങ്ങനെ കുറേ ചെറുകിളികൾ വരെ കേൾക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പല പല കിളികളുടെ സൗണ്ട് കേട്ട് തന്നെയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അതൊക്കെ വീണ്ടും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 7 പഞ്ചായത്തുകളിലൊന്നാണ് കോടന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത്. കോടന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലെ പടിഞ്ഞാറൻ മേഖലയിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ചങ്ങരം പാടശേഖരം. എറണാകുളത്തിനടുത്ത് ബേർഡിങ്ങിന് വരാൻ പറ്റിയൊരു സ്ഥലം ചങ്ങരം തന്നെയാണ്. എസ്പെഷ്യലി വാട്ടർ ബേർഡ്സ് ഇഷ്ടംപോലെ വരും. സീസൺ ടൈം ആകുമ്പോൾ അത് തന്നെ ഒരു ഒക്ടോബറൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നൊരു സ്ഥലമാണ് ചങ്ങരം. പിന്നെ പണ്ടത്തെ കാലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇന്ന് കുറഞ്ഞു വരികയാണ് വെറ്റ്ലാൻഡ്സ്. നമ്മൾ ഇത്ര നാളത്തെ ഒബ്സർവേഷൻ വെച്ച് നമുക്ക് മോർ ദാൻ 210 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അതിൽ തന്നെ ഇഷ്ടംപോലെ റെയർ ബേർഡ്സ് ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കാത്ത കുറേ ബേർഡ്സ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൊവിച്ചർ, ഏഷ്യൻ ഡൊവിച്ചർ എന്ന് പറയുന്ന ബേർഡ് ഉണ്ട്. അത് ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഒബ്സർവേഷൻസ് അതിന് കുറവാണ്. അത് കാണാൻ വേണ്ടി തന്നെ നമ്മളിവിടെ സ്പോട്ട് ചെയ്ത ടൈമിൽ ബാംഗ്ലൂരിൽ നിന്ന് വരെ ഫ്ലൈറ്റ് പിടിച്ച ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ റെഗുലർ ബേർഡ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് സ്റ്റിൽസ് ഉണ്ട്, ഗൾസ് ഉണ്ട്, പിന്നെ പെലിക്കൺസ്, പെയിൻറ്റഡ് സ്റ്റോക്സ്, പിന്നെ നമുക്ക് സാൻഡ് വൈപ്പേഴ്സ് പല ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്, പിന്നെ പ്ലോവേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ വേഡേഴ്സ് ആയിട്ടുള്ള, അതായത് വാട്ടർ ബേർഡ്സ് ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ എല്ലാ കൊല്ലവും സർവേസ് നടത്തുന്നുണ്ട്. GPBC, AWC പോലത്തെ സർവേസ് നമ്മൾ എല്ലാ കൊല്ലവും നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ നേച്ചർ ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ മരങ്ങൾ നടുക, ക്ലീനിങ് നടത്തുക പോലുള്ള കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് എല്ലാ കൊല്ലവും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ റെഗുലർ മോണിറ്ററിങ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് ബേർഡിൻ്റെ ടൂൾ വെച്ച് നമ്മൾ ചെക്ക് ലിസ്റ്റ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യും. അതോടെ നമുക്ക് ഈ ഏരിയയിലുള്ള ബേർഡ്സിൻ്റെ ഓവറോൾ ഡൈവേഴ്സിറ്റി നമുക്ക് കൗണ്ടും കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ബേർഡ് വെച്ച് നമുക്ക് മനസ്സിലാവും. അതിന് ചെക്ക് ലിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10,000-ഓളം ചെക്ക് ലിസ്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഈ സ്ഥലത്ത് നിന്ന് മാത്രം ഇട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു റിസോർട്ടിൽ വന്ന ഒരു ക്രിസ്റ്റർ ഓൾസൺ എന്ന് പറഞ്ഞ ഒരു ഓർണിത്തോളജിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരനാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ആദ്യമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത്. ആദ്യം പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനെ ഇതുപോലെ ബേർഡ് വാച്ചിങ്ങിനൊക്കെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു അവിടുത്തെ ഗൈഡ്സ്. അപ്പോഴാണ് പുള്ളിക്കാരനാണ് ഈ ഏരിയയുടെ ഒരു എന്താ പറയുക ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പുള്ളിക്ക് മനസ്സിലായത്. അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ അടുത്ത് പാഷനേറ്റ് ആയിട്ടുള്ള 1-2 ആളുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒരു ആക്റ്റീവായിട്ട് ബേർഡ് വാച്ചിങ് നടത്തണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെയാണ് അന്ന് തൊട്ടാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ഒഫീഷ്യലി ഫോം ചെയ്യുന്നത്. പുള്ളിക്കാരൻ തന്നെ ഞങ്ങൾക്ക് ഇതേപോലെ എക്യുപ്മെൻറ്റ്സും അതിന് വേണ്ട സപ്പോർട്ട്സും ഗൈഡൻസൊക്കെ അന്ന് തരികയുണ്ടായി. വന്നു പോണവർക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും അധികം അറിയാൻ പാടില്ല. നമുക്ക് ഇഷ്ടംപോലെ കൃഷികളുണ്ടായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ അത് കണ്ടറിഞ്ഞാൽ അത് മനസ്സിലാകാൻ പറ്റുള്ളൂ. നമ്മുടെ വാ കൊണ്ട് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാകണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ച് വലിയ പന്തലാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ നമ്മളെ വലിയ പീച്ചിൽ, പടവലം, പാവക്ക അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതേപോലത്തെ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഒന്നാമത് നമുക്ക് ഈ 6 മാസം കൃഷി എന്നുള്ളത് ഇപ്പം 6 മാസം കൃഷിയില്ല. ഫുള്ള്
മീൻ വളർത്തൽ തന്നെയാണ്. ഇപ്പം അതിൽ നിന്ന് ഞങ്ങൾ സമരത്തിനൊക്കെ പോയി കുറേ മാറ്റങ്ങൾ വന്ന് ഇപ്പം വീണ്ടും കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ആ നെല്ലൊക്കെ വിളഞ്ഞ് കിടക്കണ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? അതുപോലെ നമ്മുടെ കൃഷികൾക്ക് വംശനാശം വരരുത്. പക്ഷികളുടെ പോലെ തന്നെ കൃഷിയും അതുപോലെ തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇവിടെ മത്സ്യകൃഷി കൊണ്ടാണ് കൂടുതലും ആൾക്കാർ ജീവിക്കണം. മത്സ്യം വീശി എടുത്ത് കൊണ്ട് വിൽപ്പന നടത്തും. അതിൽ ചാല് പിടിക്കണവർക്ക് 3-ൽ 2 തൊഴിലാളിക്കും 3-ൽ 1 മുതലാളിക്കും കൊടുക്കും. അങ്ങനെയാണ് ജീവിക്കണ ആൾക്കാർ. രാത്രിയാകും വേസ്റ്റ് കൊണ്ട് തട്ടാനോ. ചില ആൾക്കാർ അതിന് മാത്രമായിട്ടും സ്ഥലം കാണാൻ വന്ന ആൾക്കാരുണ്ട്. അവർ രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ചാക്കിലാക്കി നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടും. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ബിരിയാണി കല്യാണത്തിൻ്റെ ബാക്കി വന്ന വേസ്റ്റുകൾ കൊണ്ടുവന്ന് എന്താണ് പ്ലേറ്റും ഗ്ലാസ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ദ്രവിച്ചെന്ന് പോകില്ലല്ലോ. അതൊക്കെ ബിരിയാണി അത് ഒന്നാമത് വെള്ളം പറ്റി കിടക്കണ കൂടി കൊണ്ട് രോഗങ്ങളും ഇതൊക്കെ ഉണ്ടാകാനും സാധ്യതയാണ്. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഭംഗി ആസ്വദിക്കാൻ വന്നവർ ഭംഗി ആസ്വദിച്ച് പോവുക, വേണ്ടാത്ത ഇതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ് കക്കൂസ് മാലിന്യം മറ്റേ ടാങ്കർ ലോറിയിലാക്കി കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്ത് നമ്മൾ ഒന്നാമതെ എന്തോരം നല്ല പക്ഷികളൊക്കെ തന്നെയാണ്. അതൊക്കെ വന്ന് വെള്ളമോ കുടിച്ച് ഇല്ലാത്ത അസുഖങ്ങൾ വരും. ഒന്നാമതെ പക്ഷികൾ തന്നെ വംശനാശം വന്ന് പോണതാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കഴിവതും നമ്മുടെ നാടിനെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ചങ്ങരം പാടശേഖരം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികളെ കൊണ്ട്, അതായത് രാജഹംസം ഉൾപ്പെടെയുള്ള സൈബീരിയൻ പക്ഷികളും എല്ലാം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഈ പാടശേഖരത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും ഇത് കാണുന്നതിന് വേണ്ടി നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ടൂറിസ്റ്റുകളായും സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് പേര് ഈ കൊക്കുകളുടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മളവിടെ കൂടുതൽ വികസന പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് ദോഷകരമാവും എന്നുള്ളത് ആണ്. ബയോഡൈവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രവർത്തകരും ഈ പക്ഷികളെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളും പഞ്ചായത്തിന് തന്നിട്ടുള്ള നിർദ്ദേശം അതാണ്. എന്നാൽ ആ പ്രദേശത്തെ സംരക്ഷിക്കണം എന്ന് ഗ്രാമപഞ്ചായത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വർഷത്തെ പ്രോജക്റ്റിലെ വിവിധ പരിപാടികളാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി സ്റ്റീൽ ബെഞ്ചുകൾ, അത് ടൈലിട്ട പ്രതലത്തിലാണ് ആ ബെഞ്ചുകൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ബോട്ടിൽ ബൂത്തുകൾ, വരുന്ന സഞ്ചാരികൾ പ്ലാസ്റ്റിക് ഐറ്റം, നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തന്നെ ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്ത കേരളം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായി നമ്മൾ ചങ്ങരത്ത് ഇത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ബൂത്തുകൾ ഇതെല്ലാം ഉൾപ്പെടെ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷികളെ അവിടെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്ങരം പാടശേഖരം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വട്ട ശ്രമം കൂടി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വിജയം കാണും. അതിനകത്ത് ഒരു പ്രത്യേക പാടശേഖരം 60 ഏക്കർ എന്ന് പറയുന്ന മിച്ചഭൂമി പാടശേഖരത്തിൽ കൃഷി നടത്തുവാനായിട്ട് അവർ തയ്യാറായി വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കൃഷി നടത്തുകയാണെങ്കിൽ ആ കൃഷിയുടെ ഉൽപ്പന്നങ്ങളുടെ റേഷ്യോ അനുസരിച്ച് അവർക്ക് അതിൻ്റെ സബ്സിഡി സ്റ്റാറ്റിക്സുകാർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള സബ്സിഡി വിതരണം ചെയ്യുന്ന പഞ്ചായത്ത് ഫണ്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിൻ്റെ നയത്തിൻ്റെ ഭാഗം. കൂടെ 6 മാസം മത്സ്യകൃഷിയും, അതിനിടയ്ക്ക് ഒഴിവ് കിട്ടുന്ന ഈ 4 മാസങ്ങളിൽ നമ്മുടെ പക്ഷികളുടെ
ഒരു ആവാസ കേന്ദ്രമായി നമ്മുടെ ചങ്ങരം പാടശേഖരം മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈബീരിയൻ കൊക്കുകളടക്കമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷികളെ നമുക്കിങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കാതെ വരികയും പക്ഷികളുടെ ആവാസ വ്യവസ്ഥ തകർന്നാൽ ഇന്ന് ചങ്ങരം പാടശേഖരത്തിന് ടൂറിസ്റ്റ് മാപ്പിലുള്ള ഒരിടം നഷ്ടപ്പെടുമെന്നുള്ളത് പഞ്ചായത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വികസന കാര്യങ്ങൾ അവിടുത്തെ പ്രദേശവാസികളും ബയോഡൈവേഴ്സിറ്റിയുടെ പ്രവർത്തകരുമായി ആലോചിച്ച് മാത്രമേ നമുക്ക് വികസന കാര്യങ്ങൾ പടിപടിയായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ.